Hi, good evening all. Okay, so how are you all? എല്ലാവരുടെയും ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ലാസ്റ്റ് മീറ്റ് ചെയ്തത് ന്യൂ ഇയർ ഈവനായിരുന്നു. ഓക്കെ, അന്നും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ റെസൊല്യൂഷൻസ് ആണ് എടുക്കാൻ പോകുന്നതെന്ന്. ഇവിടെ ഉള്ളവർ എന്തെങ്കിലും റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യോ? ഉം. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും റെസൊല്യൂഷൻസോ അല്ലെങ്കിൽ ന്യൂ ഇയറിന് ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഈ കൊല്ലം ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്തെങ്കിലും പുതിയ ഗോൾസ് സെറ്റ് ചെയ്തവരോ റെസൊല്യൂഷൻസ് എടുത്തവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യും. ഓക്കെ, ധ്യാന ദേവി ഹാസ് സെറ്റ് ദാറ്റ് ഈ കൊല്ലം ഡിഗ്രി പാസ്സാവണമെന്ന്. ഓക്കെ, എന്തായാലും സാധിക്കട്ടെ. ബാക്കിയുള്ളവര് വാട്ട് അബൌട്ട് അതേഴ്സ്? ഒരു ഗോളും സെറ്റ് ചെയ്യാത്ത ആൾക്കാരാണോ? പോകുന്ന ഫ്ലോയിൽ പോട്ടെ എന്ന് വിചാരിച്ചവരാണോ ബാക്കി എല്ലാവരും ഉള്ളത്? ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ്സ് ഓൺലി ധ്യാന ദേവി ഇവിടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യണം എന്ന് സെറ്റ് ചെയ്ത ആൾ മാത്രമാണ് തോന്നുന്നു. ഓക്കെ, ടു ഇംപ്രൂവ് മൈ റീഡിംഗ്. ഓക്കെ, okay, so we'll get back to our session today. We are having EEP Week 20 live session, and today's topic is review and comprehensive assessment and preparation. ഇന്ന് എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾസ് എന്തൊക്കെ സെറ്റ് ചെയ്യണം, നമ്മളുടെ ഫൈനൽ അസസ്മെന്റിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ ഫ്രം ദ ബിഗിനിങ് അല്ല, ഒരു അറ്റ്ലീസ്റ്റ് ബൈ ഒരു 50th ഡേ തൊട്ടെങ്കിലും ജോയിൻ ചെയ്ത എത്ര ആൾക്കാരുണ്ട്? ഇത് ടോട്ടൽ ഒരു 150 ഡേ പ്രോഗ്രാം ആണ്. അപ്പൊ ഇതിലൊരു 50th ഡേ തൊട്ടെങ്കിലും, അതായത് ഡേ 1 to ഡേ 50യുടെ ഇൻ ബിറ്റ്വീൻ ജോയിൻ ചെയ്ത എത്ര ആൾക്കാരുണ്ട് ഇവിടെ? Can you please just let me know in the chat box? Between day 1 and 50 join ചെയ്ത എത്ര ആൾക്കാരുണ്ട് ഇവിടെ? Okay, Dhyana is here. What about others? Okay, Jasla, Shanti, Grishma. Okay. Okay, fine. Just അറിയാൻ വേണ്ടി ചോദിച്ചാണ് കേട്ടോ. Okay. So today's our main focus will be preparing for the capstone and long-term English proficiency development. അതായത് നമ്മൾ ഈ ഒരു EEP സെഷൻ 150 ഡേയ്സിന്റെ കഴിഞ്ഞാലും നിങ്ങൾ ഇതെങ്ങനെ ഫെർദർ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചെറിയ പ്ലാനിങ്ങും ഐഡിയാസ് ഒക്കെ ആയിരിക്കും ഇന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, so today first we'll be reflecting on preparation strategies for the comprehensive assessment and then finalizing long-term goals for continued English proficiency development. കോംപ്രിഹെൻസീവ് അസസ്മെന്റ് എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ബിഗിനിങ്ങിലെ പറഞ്ഞിരുന്നു, ഈ ഒരു 150 ഡേ പ്രോഗ്രാം കഴിയുന്ന ടൈമിൽ നിങ്ങൾക്കിപ്പോൾ ഒരു വീക്ക്ലി അസസ്മെന്റ് തരുന്നില്ലേ, അതേപോലെ ഒരു കോംപ്രിഹെൻസീവ് ഈ 150 ഡേയ്സും നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് സ്കില്ലിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ കോംപ്രിഹെൻസീവ് അസസ്മെന്റ് ഉണ്ടായിരിക്കുക. ഈ കോംപ്രിഹെൻസീവ് അസസ്മെന്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾ അഡ്വാൻസ്ഡ് ആണോ, ഇന്റർമീഡിയറ്റ് ആണോ, ബിഗിനർ ലെവൽ ആണോ എന്നുള്ളത്. ഓക്കെ, സോ അത് നിങ്ങളുടെ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ ജേർണിയിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ മൂവിങ് ഓൺ ടു our first topic, that is preparation for the comprehensive assessment. നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ജേർണിയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് 4 സ്കിൽസ് ആണ്. ഈ 4 സ്കിൽസിൽ തന്നെ സബ് സ്കിൽസ് വരുന്നുണ്ട്, ബട്ട് മേജർ ആയിട്ടുള്ള 4 സ്കിൽസ് ഞാൻ പറയാം. സോ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പോകുന്ന ഭാഗങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ പ്ലീസ് ആസ്ക്. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. ഇഫ് യു ഹാവ് എനി ക്വയറീസ് please feel free to ask in the chat box. Okay, so moving on to key strategies. First is reading. റീഡിങ് എന്ന് പറഞ്ഞാൽ വെറുതെ വായിച്ചു പോകാൻ ഇവിടെ നമുക്ക് എല്ലാവർക്കും പറ്റുണ്ടാവും. പക്ഷെ റീഡ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാനും ആ ഒരു സെന്റൻസ് വായിക്കുന്ന ടൈമിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കണം. അതായത് അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ, മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കണം. ഓക്കെ, സോ അത്തരത്തിൽ റീഡ് ചെയ്ത് പഠിക്കുക. അതിനെന്താണ്, നമുക്ക് നല്ല വൊക്കാബുലറി വേണം. അറിയാത്ത വാക്കുകൾ വായിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ അതിന്റെ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുക. റീഡിങ്ങിൽ തന്നെ വരുന്ന മറ്റ് ടെക്നിക്സ് ആണ് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്. സ്കിമ്മിങ് എന്ന് പറയുന്നത് ഇപ്പോ ചില ക്വസ്റ്റ്യൻസ് വരുന്ന ടൈമിൽ അതിന്റെ ആൻസർ എവിടെയാണ്, അല്ലെങ്കിൽ സ്കിമ്മിങ് എന്ന് പറയുന്നത് വേർഡ് ബൈ വേർഡ് വായിക്കാതെ നമ്മൾ ഓൾറെഡി വൺസ് വായിച്ചിട്ടുള്ളത് തന്നെ അതിലെ പോയിന്റ്സുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ വായിക്കുന്നത്. നെക്സ്റ്റ് സ്കാനിങ്. സ്കാനിങ് എന്ന് പറയുന്നത് ഇപ്പോ ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫുഡ് ഐറ്റം ദാറ്റ് വിൽ ഇൻക്രീസ് യുവർ കാൽഷ്യം. അപ്പൊ എന്താണ്, നമ്മൾ ആ ഒരു ടെക്സ്റ്റില് അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന പാഠഭാഗത്തിൽ ആ കാൽഷ്യം എന്ന വേർഡ് എവിടെയെന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമ്മൾക്ക് എന്ത് കിട്ടും,
ആ ഒരു കാൽഷ്യമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പോയിന്റ്സും കിട്ടും. അപ്പൊ അതാണ് സ്കാനിങ്. നമ്മൾ ഏതെങ്കിലും ആ ഒരു വേർഡിന് വേണ്ടി സെർച്ച് ചെയ്യുന്നതാണ് സ്കാനിങ്. ഇപ്പൊ ഇന്ന് നമ്മൾക്ക് ഓൺലൈൻ PDF ഒക്കെ വായിക്കുന്ന ടൈമിൽ എന്താണ് സെർച്ച് ഓപ്ഷൻ ഉണ്ട്. നമ്മൾക്ക് വേണ്ട വാക്ക് അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ ആ വേർഡ് എവിടേക്കാണോ പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് കിട്ടും. പക്ഷെ റീഡ് ചെയ്യുന്ന ടൈമിൽ അത്തരത്തിലൊരു സെർച്ച് ഓപ്ഷൻ ഇല്ല. അതിന് നമ്മൾ പറയുന്നതാണ് ഇത് സ്കാനിങ്. ഓക്കെ, സോ ദാറ്റ്സ് വിത്ത് റീഡിങ്. പിന്നെ നമ്മൾ ഉറക്കെ വായിക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മളൊരു ക്ലാസ് റൂമിലാണ് എന്ന് കരുതുക, ഒരു എസ്സേ അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഉറക്കെ വായിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. വായിക്കുന്ന സമയത്ത് ഫുൾ സ്റ്റോപ്പുകൾ, കോമകൾ, ടോൺ, വായിക്കുന്നതിന്റെ ടോൺ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സ്കിൽ, ദാറ്റ് ഈസ് റൈറ്റിംഗ്. റൈറ്റിംഗിൽ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഫോർമൽ ആൻഡ് അക്കാഡമിക് റൈറ്റിംഗിലാണ്. സോ ഏത് ഫോർമൽ അല്ലെങ്കിൽ അക്കാഡമിക് റൈറ്റിംഗ് ആയാലും we need to focus on structuring, that is introduction, body, conclusion എന്നിങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. സോ വി വർ ടോക്കിംഗ് അബൌട്ട് റൈറ്റിംഗ് സ്കിൽ അല്ലെ. ഏതായാലും നമ്മൾ കൃത്യമായി സ്ട്രക്ചർ ചെയ്യേണ്ടതുണ്ട്. വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം ആൻഡ് ഫോർമൽ ടോൺ കീപ്പ് ചെയ്യണം. ഏത് ഫോർമൽ റൈറ്റിംഗ് ആയാലും അക്കാഡമിക് റൈറ്റിംഗ് ആയാലും ആവശ്യമില്ലാതെ വലിച്ചു നീട്ടേണ്ട ആവശ്യം ഇല്ല. സെയിം സെന്റൻസ് 5 വേർഡ്സിലും 10 വേർഡ്സിലും പറയാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചൂസ് 5 വേർഡ്സ്. പക്ഷെ നമ്മൾ ആ വെർബോസിറ്റി കുറക്കുന്ന ടൈമിൽ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് മിസ് ഔട്ട് ചെയ്യാതെ ഇരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഇടയ്ക്ക് വേർഡ് ലിമിറ്റ്സ് 500 വേർഡ്സ് അല്ലെങ്കിൽ 5 സെന്റൻസിൽ കൺക്ലൂഡ് ചെയ്യൂ എന്ന് പറയുന്ന ടൈമിൽ നമ്മൾ എന്താണ് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യേണ്ടതുണ്ട്. ഏതാണ് ഇവിടെ അപ്പോൾ 500, ഇപ്പോൾ ഒരു 1000 വേർഡ്സിന്റെ ഒരു ആർട്ടിക്കിൾ തന്നിട്ട് അത് 500 വേർഡ്സ് ആക്കാൻ പറയുന്ന ടൈമിൽ നമ്മൾ കുറച്ച് സമ്മറൈസ് ചെയ്യേണ്ടി വരും. കുറച്ച് ടോപ്പിക്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെ ലീവ് ചെയ്യേണ്ടി വരും. സോ എങ്ങനെയാണത് മനസ്സിലാക്കുക, എന്താണ് ഇവിടെ ലെസ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത്, അതിൻ്റെ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, വാട്ട് ഈസ് ദ മോസ്റ്റ് നെസസറി ഇൻഫർമേഷൻ എന്നുള്ളത്. ഓക്കെ, സോ എന്താണ് വെർബോസിറ്റി മാക്സിമം കുറക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മൾ ഈ ഒരു റൈറ്റിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്യുക. അതിനെന്താണ് അവിടെ റീഡിങ്, റൈറ്റിംഗ്, കോംപ്രിഹെൻഷൻ എന്നിങ്ങനെയുള്ള ഒരുപാട് സ്കില്ലുകൾ നമ്മൾ അവിടെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടെ ഫ്ലുവൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മൂവിങ് ഓൺ ടു ലിസണിങ് സ്കിൽ. ലിസൺ ആക്റ്റീവ്ലി ഫോർ കീവേഡ്സ്, സ്പീക്കർ ഇൻറ്റന്റ് ആൻഡ് ട്രാൻസിഷൻസ്. നമ്മളിപ്പോൾ ഒരു വലിയ ഓഡിയോ കേട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വലിയ 1 മണിക്കൂറിന്റെ പ്രസംഗം കേട്ട സമയത്ത് നമ്മുടെ ഫ്രണ്ട് ആബ്സെന്റ് ആയിരുന്നു എന്ന് വിചാരിക്കുക, ആ ഒരു പ്രോഗ്രാമിന് വരാൻ പറ്റിയില്ല. ആ ഫ്രണ്ടിന്റെ അടുത്ത് നമ്മൾ കൺവേ ചെയ്യുമ്പോൾ 1 അവറിലായിരിക്കോ പറയുക? അല്ല, നമ്മൾ മേ ബി 10 to 15 മിനിറ്റ്സിൽ നമ്മൾ ആ ഒരു കോണ്ടന്റ് ഡെലിവർ ചെയ്യും. സോ അവിടെ സംഭവിച്ചിട്ടുള്ള എന്താണ്, നമ്മൾ മെയിൻ കീ പോയിന്റ്സ്, സ്പീക്കറിന്റെ മെയിൻ പേർപ്പസ് എന്തായിരുന്നു, ആ ഒരു സ്പീച്ചിന്റെ പേർപ്പസ് എന്തായിരുന്നു, ആൻഡ് വേർ എവർ ട്രാൻസിഷൻസ് എന്നതുകൊണ്ട് കൺജങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെന്റൻസുകളെയാണ് കേട്ടോ ട്രാൻസിഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള മെയിൻ ഇൻഫർമേഷൻസ് മാത്രം നമുക്ക് നമുക്ക് ഒറ്റ പ്രാവശ്യം ഒരാൾ പറയുന്നത് കേൾക്കുന്നതിൽ നിന്ന് വള്ളി പുള്ളി വിടാതെ അത് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. സോ നോട്ട് ടേക്കിംഗ്, ലിസൺ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് വളരെ ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്. നോട്ട് ടേക്കിങ്ങിന്റെ ടൈമിൽ വേർഡ് ബൈ വേർഡ് എടുക്കാനല്ല, മറിച്ച് എന്താണ് കീ വേർഡ്സും കീ ഇൻഫർമേഷൻസും മാത്രം എടുക്കേണ്ടതുള്ളൂ. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ്, ദാറ്റ് ഇസ് സ്പീക്കിംഗ് സ്കിൽസ്. സ്പീക്കിംഗ് ബാക്കി 3നും ഇല്ലാത്ത ഒരു എക്സ്ട്രാ സാധനം സ്പീക്കിങ്ങിന് വേണം. അതെന്താ? ക്യാൻ എനിവൺ ടെൽ? നമ്മൾ ഇതിനു മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റീഡിങ്ങിനും റൈറ്റിങ്ങിനും ലിസണിങ്ങിനും ഇല്ലാത്ത ഒരു ഫാക്ടർ നമുക്ക് സ്പീക്കിങ്ങിൽ വേണം. അതെന്താ? എനി ഐഡിയ? യെസ്, എക്സാക്ട്ലി ഫസ്ലുർ റഹ്മാൻ, വെരി ഗുഡ്. യെസ്, വായിക്കാനും എഴുതാനും കേൾക്കാനും ഒന്നും നമുക്ക് വലിയ കോൺഫിഡൻസിന്റെ ആവശ്യമില്ല. ബട്ട് ടു സ്പീക്ക് ഔട്ട് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ യു നീഡ് കോൺഫിഡൻസ്. ഓക്കെ, ആൻഡ് പലപ്പോഴും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ കോൺഫിഡൻസ് പെട്ടെന്ന് ഒരു ദിവസം എവിടെ നിന്നും കുട്ടിമുളച്ച് വരുന്നതല്ല, ത്രൂ പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. നമ്മൾ സെൽഫ് എഫിഷ്യന്റ് ആണ് എന്ന് തോന്നുന്ന പോയിന്റിൽ നമ്മൾ എന്താവും? കോൺഫിഡന്റ് ആവും. സോ കോൺഫിഡന്റ് ആവാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക, മിറർ ടോക്ക് ചെയ്യുക, സെൽഫ് ടോക്ക് ചെയ്യുക. പയ്യെ ആദ്യം 2-3 പേരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക, പിന്നെ ഒരു ഗ്രൂപ്പിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്ത് നോക്കുക. ആ രീതിയിൽ നമ്മുടെ സ്പീക്കിംഗ് എബിലിറ്റിനെ മുന്നോട്ട് കൊണ്ടുവരാം. ഓക്കെ, ആൻഡ് സ്പീക്ക് ചെയ്യുന്ന ടൈമിൽ ഫ്ലുവൻ്റ് ആയിരിക്കണം. അതായത് അതിൻ്റെ ഇടയിൽ ഒരുപാട് പോസസ് എടുക്കുക, നമുക്ക് അൺനെസസറി വേർഡ്സ് ലൈക്ക് ഐ മീൻ, ഐ തിങ്ക് എന്നിങ്ങനെയുള്ള ഒരുപാട് അൺനെസസറി വേർഡ്സ് ഒഴിവാക്കുക. ഫില്ലേഴ്സ്, അതായത് നമുക്ക് സംസാരിക്കാൻ കിട്ടാത്ത സമയത്ത് നമ്മളിങ്ങനെ വെറുതെ ഐ തിങ്ക് ഇങ്ങനെ വെറുതെ മൂളിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. റാദർ യു ക്യാൻ ടേക്ക് എ പോസ്.
ഓക്കെ, ഒരു 3 or 4 സെക്കൻഡ് പോസ് എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല, ബട്ട് ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ടുള്ള സൗണ്ടുകളോ വേർഡ്സോ ആഡ് ചെയ്യേണ്ടതില്ല. ഓക്കെ, ദെൻ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് മിസ്കമ്മ്യൂണിക്കേഷനും അണ്ടർസ്റ്റാൻഡിങ്ങും സാധ്യതയുണ്ട്. സോ പ്രൊനൗൺസിയേഷൻ എപ്പോഴും കറക്റ്റ് ആക്കുക. ആൻഡ് കോൺഫിഡൻറ്റ് ഡെലിവറി ഇൻ ഫോർമൽ കോണ്ടെക്സ്റ്റ്. നമ്മുടെ കോൺഫിഡൻസ് എങ്ങനെയാണ് നമുക്കൊന്ന് ഷോക്കേസ് ചെയ്യാൻ പറ്റുക? ത്രൂ ഐ കോൺടാക്ട്. നമ്മുടെ മുമ്പിൽ എത്ര പേരാണോ ഉള്ളത്, ഇനിയിപ്പോ ഒരു വലിയ നമ്പർ ഓഫ് ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെയും കണ്ണിൽ നോക്കുക എന്നുള്ള പോസിബിൾ ആയിരിക്കില്ല. സോ എന്ത് ചെയ്യാം, ഒരു 180 ഡിഗ്രിയിൽ ആ ഓഡിയൻസിനെ മുഴുവനായി നോക്കുന്ന രീതിയിൽ. പിന്നെ ഫോർ ബിഗിനേഴ്സ്, ഇപ്പോൾ ഒരു 40 ആൾക്കാരെടുത്ത് ഒരു സെമിനാർ പ്രസന്റേഷൻ ചെയ്യേണ്ട ഒരു ടാസ്ക് നിങ്ങൾക്ക് വന്നു എന്ന് കരുതുക. അങ്ങനത്തെ കേസിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഓഡിയൻസിന്റെ ഇടയിൽ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെ ഏകദേശം സെന്ററിൽ കൊണ്ടിരുത്തുക. എന്നിട്ട് ആ ഒരു വ്യക്തിനെ മാത്രം നോക്കി സംസാരിക്കുക. അപ്പൊ ഏകദേശം സെന്റർ ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് എന്താണ്, ഐ കോണ്ടാക്ട് ഉണ്ട് എന്ന് ഫീൽ ചെയ്യുകയും ചെയ്യും. അതേസമയം നമ്മൾ നോക്കുന്നത് നമ്മുടെ കംഫർട്ടബിൾ ആയ ആളുടെ അടുത്ത് മാത്രമായിരിക്കും. അപ്പൊ എന്താണ്, കോൺഫിഡൻസ് പോവാതെ നമുക്ക് ആ ഫ്ലുവൻസി കീപ്പപ്പ് ചെയ്യാൻ സഹായിക്കും. ബട്ട് ദിസ് ഇസ് നോട്ട് എ വെരി ഗുഡ് ടെക്നിക്. ഓക്കെ, ഇത് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നിക് ഒന്നുമല്ല. എമർജൻസി സിറ്റുവേഷൻ, നമ്മൾ പ്രിപ്പയർഡ് ആവാണ്ട് നിൽക്കുന്ന ടൈമിൽ ഒരു ടാസ്ക് വരികയോ അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ ബിഗിനേഴ്സിന് മാത്രം യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ അത്. ഓക്കെ, സോ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഒന്ന് ടൈംഡ് ആയിട്ട് റീഡിങ് ആൻഡ് റൈറ്റിംഗ് എക്സസൈസുകൾ ചെയ്യാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുപോലെ നമ്മൾ ബൈ നൗ വിവ് ഡൺ ഐ തിങ്ക് അറൌണ്ട് 10 to 15 സ്പീക്കിംഗ് ടാസ്ക്സ് ബേസ്ഡ് ഓൺ പ്രൊഫഷണൽ ആൻഡ് അക്കാഡമിക് ടോപ്പിക്സ്. യാ, സോ ഈ ഒരു 4 സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതും ഇതിൽ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസുമായി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാറ്റ് ബോക്സിൽ ക്ലിയർ ചെയ്തോളൂ. ഇഫ് നോട്ട്, യു ക്യാൻ ഗിവ് മി എ തംസ് അപ്പ്. If everything is well and clear, you can give me a thumbs up. Okay. So next is reflection on language learning journey. ഇത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ബിഫോർ ദാറ്റ്, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ എല്ലാവരോടും നമ്മൾ മറ്റേ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി ഒരെണ്ണമെങ്കിലും എല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. എത്ര പേര് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട്. നിങ്ങൾ ഒരു ടെക്സ്റ്റ് വായിക്കുക, അത് സമ്മറൈസ് ചെയ്യുക, അതിനുശേഷം അതുമായി റിലേറ്റ് ചെയ്തൊരു ഓഡിയോ കേട്ടിട്ട് നിങ്ങൾ അതൊന്ന് രണ്ട് സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ കമ്പൈൻ ചെയ്ത് സമ്മറൈസ് ചെയ്യുക. ഈ ആക്ടിവിറ്റി ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാൻ ഈ ആക്ടിവിറ്റി ചെയ്യണം എന്ന് നിങ്ങളുടെ അടുത്ത് ഒരു 2-3 ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് ഇറ്റ്സ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഈ ആക്ടിവിറ്റി ചെയ്ത ഒരാളെങ്കിലും എവിടെ ഉണ്ടോ? ഐ ഹോപ്പ് നിങ്ങൾക്ക് ആക്ടിവിറ്റി ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റി ചെയ്യാൻ ട്രൈ ചെയ്തെങ്കിലും ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ല എന്നാണ് തോന്നുന്നത്. ദാറ്റ്സ് വെരി ഡിസപ്പോയിന്റിങ്. ബിക്കോസ് ആക്ടിവിറ്റി നമ്മൾ അത്രയും റിപ്പീറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്തത്, അത് ശരിക്കും നിങ്ങൾക്ക് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫോക്കസിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഇംപ്രൂവ്മെന്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുമായിരുന്നു. ദിസ് ഇസ് വെരി ഡിസപ്പോയിന്റിങ്. ഓക്കെ, എനിക്ക് നിങ്ങളോടൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ. ഓക്കെ, fine, I cannot force you people. We are all grown-ups. Okay, so moving on to next, that is reflection on language learning journey. So നമ്മളിപ്പോ EP എന്ന ഈ ഒരു സെഷൻ കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു ഇംഗ്ലീഷ് ലേണിംഗ് അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, നമ്മൾ പഠിപ്പ് നിർത്തി കഴിഞ്ഞാൽ ആ ലാംഗ്വേജ് മറന്നു പോകും. മലയാളം അതെല്ലാം മദർ ടങ് ഏതാണോ ആ ഒരു ലാംഗ്വേജ് ഒഴിച്ച് ഏത് ലാംഗ്വേജ് ആയാലും നമ്മൾ ഒരുപാട് കാലം യൂസ് ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകും. മേബി ഇംഗ്ലീഷ്, ഹിന്ദി, മറാത്തി, ഉറുദു ഏതും ആയിക്കോട്ടെ. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂഡ് പ്രാക്ടീസിന് നമുക്ക് വേണ്ടത് നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, അതായത് ഇൻ ദിസ് ജേർണി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുകളായി കിടക്കുന്നത്, ഡിഫിക്കൽറ്റി ഉള്ള ഏരിയാസ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അതനുസരിച്ച് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, so strength, what you need to identify is what skills have you improved the most, what techniques worked best for you, and coming to challenges, you need to identify which tasks were most difficult and what strategies could have helped you improve further. അതായത് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടില്ലാത്ത, എന്നാൽ അങ്ങനെ ഉപയോഗിക്കായിരുന്നെങ്കിൽ ബെറ്റർ ആയാനി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യുക.
Okay, and here I need few of you, at least 3 of you, to speak on your strengths and challenges. നിങ്ങൾക്ക് ഇവിടുന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ സ്ട്രെങ്ത്തുകളും നിങ്ങൾക്ക് ഇപ്പോഴും ചാലഞ്ചിങ് ആയിട്ട് നിൽക്കുന്ന ഏരിയ ഏതാണ് എന്ന് ജസ്റ്റ് വെരി ഷോർട്ട് ആൻഡ് യു ക്യാൻ കൺക്ലൂഡ് ഇൻ 2 to 4 സെന്റൻസ്, മിനിമം ഓഫ് 2 സെന്റൻസ് ഓർ മാക്സിമം ഓഫ് 4 സെന്റൻസ്, അത്രയും മതി. സോ ഇവിടെ അങ്ങനെ ഒരു ഐഡിയ ഉള്ളവർ പറയുമ്പോൾ ഐഡിയ ഇല്ലാത്തവർ കൂടെ എന്താണ് ഇതെങ്ങനെയാണ് നമ്മുടെ ഈ സ്ട്രെങ്ത് ഏരിയാസും ചാലഞ്ചസും ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള ഡൗട്ടിൽ നിൽക്കുന്നവർ കൂടെ അത് ഹെൽപ്ഫുൾ ആവും. സോ ക്യാൻ എനിവൺ പ്ലീസ് കം അപ്പ് വോളണ്ടറിലി? ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഒന്നുമില്ല, ഈ ഒരു EEP ജേർണി നിങ്ങളെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ച ഏരിയാസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ സഹായിച്ചു, ആൻഡ് ഇപ്പോഴും ഈ ഒരു 150 days ലേണിംഗ് ജേർണിയിൽ നിങ്ങൾ നേരിട്ട ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഏതാണ്, ഏത് ഭാഗത്താണ്, ആൻഡ് അതെങ്ങനെയായിരിക്കും നമുക്ക് ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ജസ്റ്റ് ഒരു 2 to 4 സെന്റൻസ്. എനിവൺ, ഐ നീഡ് അറ്റ്ലീസ്റ്റ് 3 of you to share your experience. നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് സംസാരിക്കാൻ ആദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ്. ബൈ നൗ ഐ ബിലീവ് നിങ്ങളെല്ലാം ഒരു ഗ്രാമർ സ്ട്രക്ചേഴ്സ് 100% പെർഫെക്റ്റ് അല്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 4 സെന്റൻസ് EEP ജേർണിയിൽ നിന്ന് എന്ത് കിട്ടിയെന്ന് പറയാൻ മാത്രം ഉള്ളൊരു ലെവലിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. So the only thing you people lacking here will be your confidence. I am ambitions to speak English is grasping through EEP class. ധ്യാന, എനിക്ക് മനസ്സിലായില്ലല്ലോ. ഐ ആം ആംബിഷൻ ടു സ്പീക്ക്, അതായത് ഈ ഒരു EEP ജേർണിയില് ആംബിഷൻ ഇംഗ്ലീഷ് ബെറ്റർ ആയിട്ട് സ്പീക്ക് ചെയ്യണം എന്നായിരുന്നോ? ആ ഒരു സെന്റൻസ് സ്ട്രക്ചർ ചെയ്തേക്കുന്നതിൽ നമുക്കൊരു ഒരു ഇത് വന്നിട്ടില്ല. Okay, Gauri, please unmute. Good evening, ma'am. Good evening, Gauri. How are you? I'm fine. Yes, you can continue. So I have a very good journey through these EEP sessions. It really helped me to improve my vocabulary, my comprehension skills, as well as I can even now correct grammar mistakes. Very good. Okay. And it helped me to understand, it helped me to read more and comprehend things from that particular, like if we read some article or something, then I can understand the things within a shorter time. Very good. Very good. Okay. Very happy to hear that. What about the challenges? Challenges, I'm still lacking confidence to speak. Okay. Yes, Okay. The only way to overcome that fear of audience or that fear of speak is to start speaking. Okay. yes, ma'am. Yes. So is there anything else you want to share? No, ma'am. Okay. Thank you so much, Gauri. Thank you, ma'am. Okay. Who will come next? I want 2 more people to come up. എനിക്ക് ചാറ്റ് ബോക്സിലല്ല വേണ്ടത്. ഐ വാണ്ട് ഇറ്റ് ഇൻ ഓഡിയോ ഫോമാറ്റ്. എനിക്ക് നിങ്ങളുടെയൊക്കെ ശബ്ദം കേൾക്കണം. Who will come next? ഫസ്ലു, ഐ എം ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഓഫ് വാട്ട്? യെസ്, I need to give permission. Just a minute. Yes, Fazlu, now try unmuting, please. Yeah. Hello, madam. Yes, good evening, Fazlu. Yeah, good evening. Yes, you can speak. I have some crossing issues. My throat is very painful. Okay. So I think you can just give a short speech and then leave so that you don't strain your throat. Yeah, thank you for that. And I'm very confident to speak, but the problem is Confident in speaking. Okay. a little bit problem. In what do you have problem? Grammar. Grammar. Okay. So how are you planning to In improve order. your grammar? What? Come again? So how are you planning to improve your grammar? I'm like watching series, movies, and trying to That- in the PDF there, the idiom of the word and there's something like that. I forget. That is idiom of the day and word of the day. Yeah, that Yeah. correct. Watching know- movies will not really help you when you don't have the base of grammar. Okay, നമുക്ക് ഗ്രാമറിന്റെ ബേസ് ഇല്ലാത്ത സമയത്ത് നമ്മൾ മൂവീസും സീരീസും കണ്ട് അങ്ങനെയല്ല, നമുക്കൊരു ഗ്രാമറിന്റെ ബേസ്. ഓക്കെ, ഇങ്ങനെയാണ് SVO, ഇംഗ്ലീഷിൽ സെന്റൻസിന്റെ സ്ട്രക്ചറിങ് ഇങ്ങനെയാണ്,
പാസ്റ്റ് ടെൻസ് Okay. ഇങ്ങനെയാണ്, പ്രസന്റ് ടെൻസ് ഇതാണ്, ഫ്യൂച്ചർ ടെൻസ് ഇതാണ്, ഇതൊക്കെയാണ് കൺജങ്ഷൻസ് എന്നിങ്ങനെയുള്ള ഗ്രാമർ സ്ട്രക്ചേഴ്സ് പഠിച്ചതിന് ശേഷം ആ ഒരു ബേസ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഇതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അതല്ലാതെ Yeah. ഇങ്ങനെയൊക്കെയാണ് ഈ ഗ്രാമർ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഐഡിയ ഇല്ലാതെ വെറുതെ മൂവീസും സീരീസും കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് മേ help you Yeah. to improve your vocabulary but Little not bit grammar. helpful, little bit, only little bit. Yeah, okay. So I think you can get back to our beginning sessions. അതായത് നമ്മുടെ ഒരു maybe 1 to I 10 live think I sessions ഒക്കെ joined നോക്കുകയാണെന്ന് 183, week 183. I think week something like that. 183 അല്ല, 183. നമുക്കിതൊരു 150-day program ആണ്. So Yeah, you might but have joined on joined day on 83. in 83. Okay, okay. Yeah, നമുക്ക് day 183 ഇല്ല, because it's only a day 1. It's only 150-day program. Okay. Okay, okay. Oh, Okay. okay. So you can either get back to our previous sessions, or else you can ask your mentor when is the next EEP going to begin. Okay. 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 Even അടുത്തത് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യണം എന്നില്ല. നമ്മളുടെ day 1 തൊട്ടുള്ള ടാസ്കുകളും അതുപോലെ week 1 തൊട്ടുള്ള ലൈവ് സെഷൻസും എല്ലാം നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. Okay. Okay, madam. Okay, madam. Okay. Thank you so much, Fazlo. Thank you. Mm. Okay, who's the next person? I want one more person to come up and speak so that ഇതെങ്ങനെയാണ് ഈ സ്ട്രെങ്ത്തുകളും ചാലഞ്ചസും ഒന്ന് സ്ട്രക്ചർ ചെയ്യുക എന്ന ഐഡിയ ഇല്ലാത്തവർക്കും കൂടെ ഇതൊന്ന് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. Will come next. Okay, Binsi. Yes, please unmute, my dear. Hello, good evening, Binsi. Am I audible to you? Please unmute. ഞാൻ വീണ്ടും പെർമിഷൻ തന്നിട്ടുണ്ട്. Yeah. Hi, ma'am. Hi, good evening, Binsi. Ma'am, actually, my problem is Mhm. to talking to others also regarding anything else subjects or anything topic. They have to say want to get any option means suggestions from me. Mhm. Okay, can you please start with your strength? My strength is I'm confident for talking to every person. Okay. Persons എന്ന് പറയില്ല. Person എന്ന വേർഡിന്റെ പ്ലൂറൽ people ആണ്. Yeah. I'm confident in talking to anyone. Anyone. Or Yeah. yeah. Okay. Okay. But sometimes in a hurry, I will stuck in the portion that I You have get to stuck. complete it. Yeah, you get stuck in between. That is because you lack somewhere your vocabulary. Yeah. സ്റ്റക്ക് ആവുന്ന എപ്പോഴാണ്? നമ്മൾക്ക് ആവശ്യമുള്ള വാക്കുകൾ കിട്ടാത്ത സമയത്താണ് നമ്മൾ സ്റ്റക്ക് ആവുക. ബിക്കോസ് എന്താണ്, ബിൻസിക്ക് ഓൾറെഡി കോൺഫിഡന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിന്നെ ആൾക്കാരോട് സംസാരിക്കുന്നതിൽ ടെൻഷൻ ഇല്ല. സോ what we need to do is we need to improve our vocabulary. അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയത് നമ്മൾ ഡെയിലി നമ്മുടെ മലയാളം ലാംഗ്വേജ് ഇല്ലേ, നമ്മൾ സംസാരിക്കുന്നതിന്റെ ഒപ്പം തന്നെ മൈൻഡിൽ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, Yes, ma'am. എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറയാ? I'm doing the things. I'm a coder. I'm medical coder. So I'm working from home. So Okay. just I want to do is I'm presenting. If I get a chart of a patient, I'm just presenting it from the first to the last through. So it will be helpful for me also to complete everything. So it will be we can. How can I say that? We can complete that overall charts through the speaking. Okay. So it Okay. will, I'm using the technique that I'm completing the means a presentation till the starting to the end. Okay. So Right, there is no Vinci. one helping there to clear those sentences. Okay, you don't have anyone to give a feedback. But I'm doing it myself. When I'm working at the computer, I'm just saying that this is my patient. This patient has 47-year-olds. Now the chief complaints are these all things. And he is coming here for the treatment for these complaints. So the doctor has done these all medications and blah, blah. That like I am doing the same thing. Okay. I get it, Vinci. Okay. Thank you, my dear. Yeah. So ഇവിടെ നമുക്ക് 3 പേര് അവരുടെ സ്ട്രെങ്ത്തുകളും ചാലഞ്ചുകളും പറഞ്ഞു തന്നു. ദാറ്റ് ഇസ് Gauri, Fazlu, and Binsi. First, I'll give all 3 of them a big round of applause. I want all of you to give a big
I want all of you to appreciate them because ഇവിടെ 40 പേരുണ്ടായത് ആകെ അവർ 3 പേരായിരുന്നു വന്നത്. തീർത്ത, ലെറ്റ് മീ ജസ്റ്റ് സീ ഇഫ് ഐ ഗെറ്റ് ടൈം ഐ ഗിവ് എ ചാൻസ് ഫോർ ഷുവർ. ഓക്കെ, ബിക്കോസ് നമ്മൾ ഈ ഒരു ടൈം ലിമിറ്റ് കീപ്പ് ചെയ്ത് പോവാണ്. 3 പേര് എന്ന് പറഞ്ഞു. ലെറ്റ് മീ സീ. ഓക്കെ തീർത്ത, ഐ എം റിയലി സോറി ബട്ട് ഐ റിയലി ട്രൈ ടു ഗിവ് ചാൻസ്. ഓക്കെ, 3 പേരുടെ സ്പീച്ച് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കേട്ടു അല്ലെ. ഗൗരിയുടെ സ്പീച്ച് വാസ് ക്വൈറ്റ് ഗുഡ്. ഹെർ പ്രൊനൗൺസിയേഷൻ, ഹെർ സ്ട്രക്ചറിങ്, സെന്റൻസ് സ്ട്രക്ചർ എല്ലാം ഓക്കെ ആണ്. കാരണം എന്താണ്, ഒന്നാമത്തെ ഗൗരി നമ്മുടെ ക്ലാസ് സ്റ്റാർട്ടിങ് തൊട്ടേ ഫ്രം ഡേ 1 പ്രസന്റ് ആയിട്ടുള്ള ഒരാളാണ് ആൻഡ് അത്യാവശ്യം ഡെയിലി ടാസ്കുകൾ ചെയ്യുന്ന ആളാണ്. ബാക്കിയുള്ളവരോട് ഞാൻ അധിക ദിവസവും ഒരു 7 ഡേ, എവറി 7th ഡേ ആണ് നമ്മൾക്ക് ഇവിടെ ഈ ലൈവ് സെഷൻ ഉള്ളത്. അധിക ആൾക്കാരും നമ്മളുടെ ഡെയിലി ടാസ്കുകൾ ചെയ്തിട്ടില്ല. സോ വാട്ട് ഐ മീൻ ടു ടെൽ ഇസ് ഇപിയിലൂടെ മാത്രമേ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുള്ളൂ എന്നതല്ല, മറിച്ച് ഇവിടെ നമ്മൾ തന്നിരുന്ന ഡെയിലി ടാസ്കുകൾ നിങ്ങൾ ഉറപ്പായിട്ടും എന്തായിരുന്നു ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. വാട്ട് ഇസ് റോങ് വിത്ത് ഫസ്ലു ആൻഡ് ബിൻസി ഈസ് ദാറ്റ്, ഐ മീൻ ഞാൻ ആ പേരെടുത്ത് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ഇത് കിട്ടാനാണ്. ഇതിലൂടെ ഉള്ള ബാക്കി 40 പേരുടെയും ഇഷ്യൂസിൽ ഇത് ഉണ്ടായിരിക്കും. ടെൻസസിൽ പ്രശ്നമുണ്ട്. ഈസ് എവിടെയാണ്, വാസ് എവിടെയാണ്, ഹാസ് എവിടെയാണ്, ഹാഡ് എവിടെയാണ് എന്നുള്ളൊരു ഐഡിയ ഇപ്പോഴും വന്നിട്ടില്ല. ഹാസും ഹാവും ഹാഡും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടില്ല. ഈസും വാസും വേറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടില്ല. ദിസ് ഇസ് വെരി ബേസിക്സ്. ഓക്കെ, സോ പ്ലീസ് ഈ തരത്തിലുള്ള ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇന്ന് വളരെ ഈസി ആയിട്ട് യൂട്യൂബിൽ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകൾ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇനി അതല്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ജസ്റ്റ് അത് tip of your finger, everything is available. ഓക്കെ, അതൊന്ന് നിങ്ങൾ നോക്കുക. പിന്നെ നമ്മൾ മലയാളികൾ കോമൺ ആയിട്ട് ചെയ്യുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സ് ഉണ്ട്. എന്താണത്? പ്രൊനൗൺസിയേഷനിലുള്ള മിസ്റ്റേക്സ്. ഒന്ന്, നമ്മൾ യാ എന്ന വേർഡ് ഭയങ്കര സ്ട്രെസ് ചെയ്യും. ദാറ്റ് ഇസ് എവറിത്തിങ്. എവറിത്തിങ് അല്ല, ഇറ്റ്സ് എവറിത്തിങ്. ഓക്കെ, അതാ ഒരു ഇൻഡിവിജ്വലിന്റെയും പ്രശ്നമല്ല, നമ്മളൊക്കെ മലയാളികൾ ആയതിന്റെ പ്രശ്നമാണ്. കാരണം നമുക്ക് മലയാളത്തിൽ അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ടാണ്. എന്താണ് എം, ഇറ്റ്സ് എം. കുറെ ആൾക്കാർ എം ആൻഡ് എം എന്ന് പറയും. ഓക്കെ, ഇറ്റ്സ് എം ആൻഡ് എം. ഓക്കെ, MES സ്കൂൾ, ഇറ്റ്സ് MES സ്കൂൾ. ഓക്കെ, അത് ഒരു മലയാളത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ അതൊന്നും ഇത് ചെയ്യുക. പിന്നെ നമുക്ക് മലയാളത്തിൽ ട ഉള്ള പോലെ ഇംഗ്ലീഷിൽ ട ഇല്ല. ഇറ്റ്സ് മദർ ടങ്, ഇറ്റ്സ് നോട്ട് മദർ ടങ്. ടൈഗർ അല്ല, ഇറ്റ്സ് ടൈഗർ. നമ്മൾ ടാറ്റ പറയില്ലേ? ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിൽ ടാ സൗണ്ട് ആണ്. ടുമോറോ അല്ല, ഇറ്റ്സ് ടുമോറോ. നമ്മൾ എല്ലാവരും പറയാ 10 എന്നാണ്. 10, ഇറ്റ്സ് 10. ഓക്കെ, പിന്നെ ഇംഗ്ലീഷിൽ റാ വല്ലാണ്ട് സ്ട്രെസ് ചെയ്യേണ്ടതില്ല. റാബിറ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല, ഇറ്റ്സ് റാബിറ്റ്. ഓക്കെ, ടുമോറോ അല്ല, ഇറ്റ്സ് ടുമോറോ. ഓക്കെ, ഈ ആറിന് വളരെയധികം സ്ട്രെസ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഫസ്ലു, ഐ നോ മാഡം, ബട്ട് സംടൈംസ് ഐ നീഡ് മിസ്റ്റേക്സ് അല്ല, ഐ മേക്ക് മിസ്റ്റേക്സ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സ്ലൈഡ്. സെറ്റിംഗ് ലോങ് ടേം ഗോൾസ്. നമ്മൾ ഈ ഒരു 150 ഡേയ്സ് പ്രോഗ്രാം കഴിഞ്ഞാലും നമ്മൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. സോ ഗോൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളോ സ്മാർട്ട് ഗോൾസ് ഫ്രെയിംവർക്ക്. SMART is the acronym of specific, measurable, achievable, relevant and time bound. So specific ആവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് റീഡിങ് ഇംപ്രൂവ് ചെയ്യണം എന്നല്ല നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. മറിച്ച് എന്താണ്, റീഡിങ്ങിൽ എന്താണ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ടൈം കീപ്പിംഗ് എബിലിറ്റി ആണോ, അതോ കോംപ്രിഹെൻഷൻ എബിലിറ്റീസ് ആണോ, പ്രൊനൗൺസിയേഷൻ ആണോ, പങ്ക്ച്വേഷൻ ആണോ? സോ ബി വെരി ക്ലിയർ ആൻഡ് വെരി സ്പെസിഫിക് ഓൺ വാട്ട് യു വാണ്ട് ടു അച്ചീവ്. മെഷറബിൾ ആയിരിക്കണം. അതായത് ഇപ്പൊ ഇന്നാണ് നിങ്ങൾ നിങ്ങളുടെ ലേണിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. ആഫ്റ്റർ 10 days of practice you should be able to assess yourself. ഓക്കെ, നമ്മളുടെ ഗോൾസ് നമ്മൾക്ക് മെഷർ ചെയ്യാൻ പറ്റണം. ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു മെഷർമെന്റ് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം. ദാറ്റ് ഈസ് we should be able to track the milestones and progress of our journey. Next is achievable. നമ്മളുടെ എല്ലാവരുടെയും കപ്പാസിറ്റിയും കാപ്പബിലിറ്റിയും ഡിഫറെന്റ് ആണ്. സോ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചായിരിക്കണം. ഓക്കെ, വി നീഡ് ടു എൻഷുർ ഗോൾസ് ദാറ്റ് ആർ റിയലിസ്റ്റിക് ആൻഡ് വിത്തിൻ അവർ കാപ്പബിലിറ്റീസ്.
റീഡിങ്ങിന്റെ അതായത് ABCD ജസ്റ്റ് ഫോണറ്റിക്സ് പോലും അറിയാത്ത ഞാൻ 10 ഡേയ്സിൽ ഒരു അഡ്വാൻസ്ഡ് ലെവൽ റീഡർ റീഡിങ് എബിലിറ്റി ഉണ്ടാവണം എന്ന് ഞാൻ ഗോൾ സെറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ദാറ്റ് ഇസ് സൂപ്പർഫിഷ്യൽ. മറിച്ച് എന്താണ്, ഐ കൻ സെറ്റ് 10 ഡേയ്സ് കഴിയുമ്പോഴേക്കും ഐ ഷുഡ് ബി ഫ്ലുവൻറ്റ് ആൻഡ് തെറോ വിത്ത് 3 and 4 letter words. ഓക്കെ, സോ ഇന്നിങ്ങനെ അച്ചീവബിൾ ആയിട്ടുള്ള ഷോർട്ട് ടേം ഗോൾസ് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ലോങ് ടേം ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. നെക്സ്റ്റ് ഇസ് റെലവൻറ്റ്. ഇവിടെ നമ്മളെല്ലാവരും ഡിഫറെന്റ് ഫീൽഡ് ഓഫ് പ്രൊഫഷനിലുള്ളവരാണ്. നമ്മളുടെ എല്ലാവരുടെയും കരിയേഴ്സ് ഡിഫറെൻ്റ് ആണ്. HR ഫീൽഡിലുള്ളവരുണ്ടാവാം, ബ്രാൻഡിങ് ഫീൽഡിലുള്ളവരുണ്ടാവാം, സെയിൽസിലുള്ളവരുണ്ടാവാം, അക്കൗണ്ടിങ് കൊമേഴ്സ് ഫീൽഡിലുള്ളവരുണ്ടാവാം, സോഷ്യൽ സയൻസ് ഫീൽഡിലുള്ളവരുണ്ടാവാം, സിനിമ, മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം ഫീൽഡിലുള്ളവരുണ്ടാവാം. നമ്മളുടെയൊക്കെ എന്താണ് ആവശ്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. ഒരു നോവലിസ്റ്റിന് എന്താണോ, അല്ലെങ്കിൽ ഒരു പോയറ്റിന് എന്താണ് ഒരുപാട് റൈമിങ് വേർഡ്സ്, ഒരുപാട് സിമിലി എന്നിങ്ങനെയുള്ള ഒരുപാട് യൂസേജുകൾ അറിയേണ്ട ആവശ്യമുണ്ടാവും. ബട്ട് മൈസെൽഫ് ഫ്രം എൻ സോഷ്യൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അതിന്റെ ആവശ്യം വരുന്നില്ല. എനിക്ക് എൻ്റെ അക്കാഡമിക് റൈറ്റിംഗിൽ എന്താണ് ഈ പോയറ്റിക് ഡിവൈസുകളായിട്ടുള്ള സിമിലിയും മെറ്റഫറും ഒന്നും യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. സോ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾസ് നമ്മൾക്ക് റെലവെന്റ് ആയിട്ടുള്ള ഗോൾ ആയിരിക്കണം. ഇപ്പൊ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഇഫ് ഹീസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ, അദ്ദേഹം എന്താണ് ഒരു നോവൽ എഴുതുന്ന രീതിയിലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നീഡ് ടു ഗോ ബിഹൈൻഡ് ഇറ്റ്, ബിക്കോസ് എൻ്റെ ഗോൾസ് അതല്ല. ഓക്കെ, എനിക്കത് റെലവെന്റ് അല്ല. ഓക്കെ, ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഫോളോ ചെയ്യേണ്ട ഗോൾ ഞാൻ ഫോളോ ചെയ്യേണ്ടതില്ല. Okay, so your goals should align with your personal as well as professional needs. And finally, time bound. നിങ്ങളുടെ ഓരോ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴും നിങ്ങളത് ടൈം ബൗണ്ട് ആയിട്ട് I should achieve this in 10 days, I should achieve this in 30 days എന്ന് സെറ്റ് ചെയ്യുകയും ചെയ്യുക, അത് അച്ചീവ് ചെയ്യുകയും ചെയ്യുക. Okay, so set deadlines to maintain focus and avoid procrastination. Procrastination എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പലരും ആ വേർഡ് കേട്ടിട്ടുണ്ടാവും. But what is actually procrastination? Can anyone tell me? What is procrastination? ആർക്കും അറിയില്ലേ procrastination എന്താന്ന്? Anyone? Just guess ചെയ്തോളൂ. നിങ്ങൾ ആരും ഗൂഗിൾ ചെയ്ത് പോയി കറക്റ്റ് ആൻസേഴ്സ് ഒന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. Procrastination. ഇവിടെയുള്ള നമ്മൾ 39 പേരിൽ ഒരു 30 പേർക്കും ചിലപ്പോൾ ആ സ്വഭാവം ചെറിയ രീതിയിലെങ്കിലും ഉണ്ടായിരിക്കും. എന്റെയൊക്കെ ഏറ്റവും വലിയ ബാഡ് ഹാബിറ്റ് അതാണെന്ന് വേണമെങ്കിൽ പറയാം. യെസ്, വെരി ഗുഡ് ഗൗരി. ദാറ്റ് ഇസ് ടു പോസ്റ്റ്പോൺ തിങ്സ്. അതായത് നമ്മൾ വളരെ ക്രിസ്പായിട്ട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ നാളെ നാളെ നീളെ നീളെ. ഓക്കെ, അതായത് കാര്യങ്ങൾ നെക്സ്റ്റ് ഡേക്ക് വെക്കുക. നാളെ ചെയ്യാം, നാളെ തുടങ്ങാം, എക്സസൈസ് ചെയ്യണം, നാളെ തുടങ്ങാം, പഠിച്ചു തുടങ്ങണം, നാളെ ആവുമ്പോൾ നാളെ, അങ്ങനെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പിംഗ് ഓൺ പോസ്റ്റ്പോണിങ് തിങ്സ്, കീപ്പിംഗ് ഓൺ ഡിലേയിങ് ഇറ്റ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഡെഡ് ലൈൻ കീപ്പ് ചെയ്യുന്ന ടൈമിൽ നോ, ഇറ്റ്സ് നോട്ട് ഓവർ തിങ്കിങ് മൈ ഡിയർ, ഇറ്റ് ഇസ് ടു പോസ്റ്റ്പോൺ തിങ്സ്, ടു ഡിലേ തിങ്സ്. ഓക്കെ, യാ. അപ്പോൾ നമ്മൾ ടൈം ബൗണ്ട് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ പ്രോക്രാസ്റ്റിനേഷൻ ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ സാധിക്കും. സോ ജസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ഫ്യൂ ലോങ് ടേം ഗോൾസ് ആർ ഗിവൻ ഹിയർ. ജസ്റ്റ് എക്സാമ്പിൾസ് ആണ്. നിങ്ങളാരും ഈ ഗോൾസ് ഫോളോ ചെയ്യണം എന്നല്ല, നിങ്ങളുടെ ഗോൾസ് ഈ രീതിയിൽ സെറ്റപ്പ് ചെയ്യുക. ഫസ്റ്റ് വൺ ഇസ് ടു മാസ്റ്റർ പ്രൊഫഷണൽ റൈറ്റിംഗ് സ്കിൽ ബൈ കംപ്ലീറ്റിംഗ് 1 essay or report weekly. കണ്ടോ, അവിടെ വീക്ക്ലി എന്നത് ടൈം ബൗണ്ട് ആണ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ്, improve conversational fluency through regular language partner sessions. And finally, expand vocabulary by learn 50 new words monthly. So 50 new words monthly എന്നുള്ളത് എല്ലാവർക്കും പോസിബിൾ ആയിരിക്കില്ല. ചിലർക്ക് 30 വേർഡ്സിന്റെ ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. സോ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് അത് നോക്കുക ആൻഡ് മേക്ക് ഷുവർ നിങ്ങൾ ഈ ഒരു വൊക്കാബുലറി ഡെവലപ്മെന്റ് സ്റ്റോപ്പ് ചെയ്യരുത്. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് വേർഡ് ഓഫ് ദി ഡേയും ഇഡിയം ഓഫ് ദി ഡേയും ഉള്ളതുപോലെ ഈ 150 ഡേയ്സ് കഴിഞ്ഞാലും നിങ്ങൾ ഓൺ എ ഡെയിലി ബേസിസ് ഒരു പുതിയ വേർഡ് എങ്കിലും പഠിക്കുക. ഓക്കെ, ഇഫ് നോട്ട് ഇഡിയം, വേർഡ് എങ്കിലും പഠിക്കുക. ഓക്കെ, ബിക്കോസ് നോയിങ് വേർഡ്സ്, ഇഡിയംസ് ഇല്ലെങ്കിലും നമ്മൾക്ക് അത്യാവശ്യം ഒരു ഫോർമൽ കൺവേഴ്സേഷൻ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ ദ റൈറ്റ് വേർഡ്സ്. ഏത് വേർഡ് ഉപയോഗിക്കണം എന്നറിയാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്യാപ്സ്റ്റോൺ പ്രോജക്ട് പ്രിപ്പറേഷൻ. ക്യാപ്സ്റ്റോൺ പ്രോജക്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സ്റ്റോറി ഉണ്ടാക്കലാണ് ഈ ഒരു ബേസിക് ആയിട്ട് ഈ പ്രോജക്ട് എന്ന് പറയുന്നത്. ഫർദർ ഡീറ്റെയിൽസ് വിൽ ബി ഗിവൻ ടു യു. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് പറയാണ്, ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. ക്യാപ്സ്റ്റോൺ പ്രോജക്ട് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പഠിച്ച് ഡെവലപ്പ് ചെയ്ത സ്കിൽസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്യാപ്സ്റ്റോൺ പ്രോജക്ട് എന്ന് പറയുന്നത്. സ്റ്റോറിക്ക് ആദ്യം ഔട്ട്ലൈൻ വേണം, അതിൽ ക്യാരക്ടേഴ്സ് വേണം, സ്കെച്ച് ചെയ്യണം,
നമ്മൾ ഒരു സ്ക്രിപ്റ്റ് പോലെ ആ ഒരു സ്റ്റോറി എഴുതണം, അതിനുശേഷം അതൊരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ മോഡിൽ പ്രസന്റ് ചെയ്യണം. അതാണ് ഈ ഒരു ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. സോ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ എന്താണ്? ദാറ്റ് ഇസ് ഇന്റഗ്രേഷൻ ഓഫ് റീഡിംഗ്, റൈറ്റിംഗ്, ലിസ്ണിംഗ് ആൻഡ് സ്പീക്കിംഗ് ടാസ്ക്. നമ്മൾ ഇതുവരെ കവർ ചെയ്ത ടാസ്കുകൾ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് മറ്റുള്ള സ്റ്റോറീസ് വായിച്ചൊരു ഐഡിയ ഉണ്ടാക്കാം. അതുപോലെ നമ്മളുടെ തന്നെ സ്റ്റോറി എഴുതിയതിനു ശേഷം വായിച്ചത് മറ്റുള്ളവർക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് ഇസ് റൈറ്റിംഗ്. Of course, we are creating our own piece, so writing is a very necessary skill here. Listening, അത് കേട്ടിരിക്കുന്ന ഒരാൾക്ക് എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ടൈമിൽ ഒരാൾ ബോറടിപ്പിക്കാതെ ആ ഒരു സ്റ്റോറി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് നമ്മൾ തന്നെ അവിടെ ഒന്ന് ലിസണറായിട്ട് ആക്ട് ചെയ്ത് അതൊന്ന് ജഡ്ജ് ചെയ്യുക. ആൻഡ് ഫൈനലി സ്പീക്കിംഗ് ടാസ്ക്. അഫ്കോഴ്സ് ഈ ഒരു സ്റ്റോറി പ്രസന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു സ്പീക്ക്. ആൻഡ് ദ ഫോക്കസ് ഹിയർ ഇസ് ഓൺ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ഓഫ് ലാംഗ്വേജ് സ്കിൽസ്. നമ്മൾ ഇവിടെ പഠിച്ച സ്കില്ലുകളെയൊക്കെ ഒന്ന് റിയൽ വേൾഡ് ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ ഒരു പ്രോജക്റ്റ് കൊണ്ടുള്ള ഒരു എയിം. സോ വാട്ട് ആർ ദി എക്സ്പെക്ടേഷൻസ്? Main expectation is to demonstrate comprehension and synthesis of information and to use formal language and well-organized responses. Okay? So ഇതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാപ്സ്റ്റോണിന് വേണ്ടി നിങ്ങൾ ഇനി പുതിയതായിട്ടൊന്നും പഠിക്കേണ്ടതില്ല. നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ടാസ്കുകളും അസസ്മെന്റുകളും ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുക. വീക്ക്ലി അസസ്മെന്റുകളും അതുപോലെ ഡെയിലി ടാസ്കുകളും ഒന്ന് ബ്രഷപ്പ് ചെയ്യുക. അതുപോലെ പ്രാക്ടീസ് ഇന്റഗ്രേറ്റഡ് ടാസ്ക്. ഇന്റഗ്രേറ്റഡ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമറൈസിങ് ആക്ടിവിറ്റീസ്, അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് കമ്പൈൻ ചെയ്തുകൊണ്ട് സമറൈസ് ചെയ്യുക. അത് വളരെ എന്താണ്, കാരണം അവിടെ ലിസണിങ് വരുന്നുണ്ട്, റീഡിങ് വരുന്നുണ്ട്, റൈറ്റിംഗ് വരുന്നുണ്ട്. ഇതെല്ലാം വരുന്ന ടൈമിൽ എന്താണ്, അത് വളരെ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. സോ പ്ലീസ് ബിഫോർ യുവർ ഫൈനൽ കോംപ്രിഹെൻസീവ് അസസ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റിന് മുമ്പ് ഈ ഒരു ഇന്റഗ്രേറ്റഡ് ടാസ്ക് എല്ലാവരും ഒരെണ്ണെങ്കിലും വെച്ച് പ്രാക്ടീസ് ചെയ്യണേ. വെരി ഹംബിൾ റിക്വസ്റ്റ്. സോ ഇഫ് യു ഗോട്ട് എനി ഡൗട്ട്സ് regarding anything we've discussed so far, please ask. If you have any doubts regarding time management tips or how to integrate multiple skills effectively, or any specific challenges regarding your vocabulary, fluency, grammar, if you've got anything, please ask here. I hope നമുക്ക് ഈ ഒരു സെഷനിൽ ഇനി മിക്കവാറും ഒരു ലൈവ് സെഷനും കൂടി ഉണ്ടായിരിക്കുള്ളൂ. സോ ബിഫോർ റീച്ചിങ് ടു ഇറ്റ് നിങ്ങൾ എല്ലാവരും എല്ലാ ഡൗട്ട്സും ഇനി ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വൈൻഡിങ് അപ്പ് സെഷനായി കീപ്പ് ചെയ്യാം. So anyone, anything? Yes, please speak up. Is Tirtha here? Tirtha Poyo. Yes, Tirtha, can you please try unmuting? I'm permission. We've got enough time. Yes, you can speak. Hello, ma'am. Yes, good evening, Tirtha. Good evening, ma'am. Yes, how Ma'am, are you? Fine, ma'am. I'm doing good. Yes, okay, you can speak, my dear. Ma'am, the program helped me to really enhance my English communication skills. It really imparted confidence in me. And also, I became quite familiar with the grammar topics also. I had a lot of confusions regarding the subject verb agreement principles and all. But once I went through the PDFs and all the videos, the audios, etc., it gave me a clear understanding about the grammar concepts. And also my confidence to speak English has also increased. And I was very late when I joined the classes of the EEP program, but still I could grasp it much better. I was able to grasp it easily. But still there are when it comes to pronunciation, I still have some confusions. I have confusions in pronouncing certain words. But still, to a great extent, it has helped me to enhance my English proficiency, and I'm really thankful. Oh, thank you so much, Tirtha. Very well conveyed. Very well conveyed. Thank you, ma'am. Yeah, all your sentence structuring is very proper, and your confidence is heard here. Okay, confident ആണ് എന്ന് തീർത്ത പറയാതെ തന്നെ ആ ഒരു സ്പീച്ചിൽ നിന്ന് തന്നെ it is understood that you are confident in speaking. Okay, thank you, ma'am. I don't know how did you develop that confidence, but anyway, I very much appreciate it. Okay, thank you so much, my dear. Thank you so much for coming up and sharing this. Okay, and pronunciation, even I still have issues with pronunciation because endana
നമ്മൾക്ക് ഇനി അമേരിക്കൻ, ബ്രിട്ടീഷ്, ഇന്ത്യൻ എന്നിങ്ങനെ ഡിഫറെന്റ് ഇംഗ്ലീഷ് ഉള്ളതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണിത്. പിന്നെ ചിലത് ഇപ്പോ നമ്മൾ സ്കെഡ്യൂൾ എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ നമ്മൾ കറക്റ്റ് ചെയ്യും, സ്കെഡ്യൂൾ അല്ല, ഇറ്റ്സ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട്. സോ ആക്ച്വലി ബോത്ത് ആർ കറക്റ്റ്. ഒരെണ്ണം അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്, ഒന്ന് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. ഓക്കെ, സോ ചിലത് രണ്ട് രീതിയിലുള്ള പ്രൊനൗൺസിയേഷനും ഓക്കെ ആണ്. ഓക്കെ, ബട്ട് കമ്മിങ് ടു വേർഡ്സ് ലൈക്ക് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത് വളരെ ബേസിക് ആയിട്ടുള്ളത്. നമ്മൾ മലയാളീസിന്റെ ചില വേർഡ്സിന്റെ പ്രൊനൗൺസിയേഷൻ, ഫോർ എക്സാമ്പിൾ സ്കൂൾ. ഓക്കെ, പല ആൾക്കാരും പറഞ്ഞു വരുമ്പോൾ സ്കൂൾ, സ്കൂൾ ഒക്കെ ആയി പോവാറുണ്ട്. സ്പൂൺ, അവിടെ അതിന്റെ ഫ്രണ്ടിൽ അങ്ങനെ ഒരു സൗണ്ടിന്റെ ആവശ്യമില്ല. സ്റ്റാർട്ട് വിത്ത് സ്, സ്കൂൾ, സ്പൂൺ. ഓക്കെ, പിന്നെ അതുപോലെ എൻഡ് ചെയ്യുന്ന സമയത്തും പ്ലീസ് ഗിവ് മീ മൈ ബുക്ക്, അവിടെ ബുക്ക് വേണ്ട, പ്ലീസ് ഗിവ് മീ മൈ ബുക്ക് മതി. ഓക്കെ, അതുപോലെ ചില വേർഡ്സ് അത് നമുക്കിപ്പോ BOOK ഇസ് റെഡ് ആസ് ബുക്ക്, പക്ഷേ FOOD ഇസ് പ്രൊനൗൺസ്ഡ് ആസ് ഫുഡ്. ഓക്കെ, ഫുഡ് അല്ല, ഇറ്റ്സ് ആക്ച്വലി ഫുഡ്. പിന്നെ കുക്കുംബർ അല്ല, ഇറ്റ്സ് ക്യുക്കംബർ. ഓക്കെ, അങ്ങനെ ചെറിയ ചെറിയ അത് ഓരോന്നും ഇങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കറക്റ്റ് ഫൊണറ്റിക് സൗണ്ടുമ്പോൾ തന്നെ വർക്ക് ചെയ്യുന്ന ലാംഗ്വേജ് അല്ല. ഓക്കെ, ഇപ്പൊ അങ്ങനെയായിരുന്നെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡൻ ബി ക്യുക്കംബർ, ഇറ്റ് വിൽ ബി കുക്കുംബർ. അതുപോലെ ഐലൻഡിന്റെ എസ് അവിടെ സൈലന്റ് ആണ്. ഫൊണറ്റിക്സിൽ വർക്ക് ചെയ്യുന്നതായിരുന്നെങ്കിൽ ഐസ്ലൻഡ് എന്ന് പറയാറുണ്ട്. നമ്മുടെ മലയാളം എന്താണ് കംപ്ലീറ്റ് ഫൊണറ്റിക്സിൽ വർക്ക് ചെയ്യുന്നതാണ്. കാരണം മലയാളത്തിൽ എന്താണോ നമ്മൾ എഴുതുന്നത് അത് തന്നെയാണ് നമ്മൾ വായിക്കുക. നമ്മളെ ഒന്നും സൈലന്റ് ആക്കുകയുമില്ല, അല്ലേ? നമ്മൾ എന്താണോ എഴുതുക കൃത്യം അത് തന്നെയാണ് നമ്മൾ വായിക്കുക. പക്ഷെ ഇംഗ്ലീഷിൽ അതല്ല. അതെന്താണ് പറയാ, ത്രൂ ദ ജേർണി നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരേണ്ടതാണ്. ഡൗട്ട് ഉള്ളത് അപ്പൊ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കുക. ബിക്കോസ് ടുഡേ വി ഹാവ് everything on the tip of our finger. So pronunciation അങ്ങനെ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യുക കേട്ടോ. എല്ലാ വേർഡിന്റെയും പ്രൊനൗൺസിയേഷൻ നമ്മൾ ഇവിടെ നിന്ന് പഠിക്കുക എന്നുള്ളത് ഇസ് നോട്ട് റിയലി പോസിബിൾ. സോ കഴിയുന്നതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. ഓക്കെ, so if you've got any doubts, please do ask. Also, you can ask doubts if you have anything from your previous weekly assessments. നിങ്ങളുടെ വീക്ക്ലി അസസ്മെന്റ്സ് എപ്പോഴും നിങ്ങളുടെ ആ ഒരു വീക്കിൽ ചെയ്തിട്ടുള്ള ഡെയിലി ടാസ്കുകളുടെ അസസ്മെന്റ്സ്, ആ റിവ്യൂ ഒരു റിഫ്ലക്ഷൻ ആണത്. ആ ഒരു വീക്കിൽ എല്ലാ ടാസ്ക് ചെയ്ത ആൾക്ക് ആ ഒരു വീക്ക്ലി അസസ്മെന്റ് കുറച്ച് ഈസി ആയിരിക്കും. സോ ഇതുവരെ കഴിഞ്ഞു പോയ വീക്ക്ലി അസസ്മെന്റുകളിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ ആസ്ക് ദാറ്റ്. ആൻഡ് ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു ഗോ ത്രൂ all your previous weekly assessment before attending your comprehensive assessment. Okay. നിങ്ങൾക്ക് ഇപ്പോൾ 20 വീക്ക്ലി അസസ്മെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ആ 20 എണ്ണം അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോംപ്രിഹെൻസീവ് അസസ്മെന്റിന് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ ഓക്കെ സോ ബിഫോർ ദ കോംപ്രിഹെൻസീവ് അസസ്മെന്റ് മേക്ക് ഷുവർ ഇനി വരും ദിവസങ്ങളിലെല്ലാം നിങ്ങൾ ഒരു 40 മിനിറ്റ്സ് എങ്കിലും ഡെയിലി ഇംഗ്ലീഷ് പ്രാക്ടീസിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തുക. Practice all 4 skills, that is reading, writing, listening, and speaking. And you can also use practice material provided in the app for additional support. Okay. And നിങ്ങളുടെ ഒരു സ്പീക്കിംഗ്, അധികം ആൾക്കാരുടെയും പ്രശ്നം കോൺഫിഡൻ്റ് ആയിട്ട് സ്പീക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു പിയർ ഗ്രൂപ്പ് ഫോം ചെയ്യുകയോ, ഇവിടെയുള്ള സ്റ്റുഡൻസ് അല്ല, നമുക്കിവിടെ ലേൺ വൈസിൽ അങ്ങനെ അല്ലെങ്കിൽ പ്രെപ്പ് വൈസിൽ അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സംവിധാനം ഇല്ല. യു ഓൾ നോ, യു ഓൾ റിസീവ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ്. അതല്ലാതെ നിങ്ങളുടെ കൊലീഗ്സുമായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ ഒക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരുമായി ഒരു ഡെയിലി 5 മിനിറ്റ് കൺവേഴ്സേഷൻ ബിൽഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ ഓക്കെ സോ വിത്ത് ദാറ്റ് വി ആർ വൈൻഡിങ് അപ്പ്. Just reminding you all that consistent practice will lead to measurable improvement and success in the final assessment. So I want all of you to reflect on your progress made during the course. So thank you for participating, and thank you for giving me your time. And a gentle reminder, please complete your weekly assessment, and every small effort brings you closer to mastery. Keep practicing. Every master or every expert was once a beginner. Okay, so ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. നമ്മൾ എന്താണ് ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമ്മൾ എത്തിപ്പെടുക തന്നെ ചെയ്യും. So thank you all. Good night, and you may all be. Thank you, my dears.